നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിലെ അടുത്ത സെഷനിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും അന്തരീക്ഷത്തോടും സർവചരാചരങ്ങളോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, ആ കണ്ടീഷൻ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദവമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ ആഴത്തിൽ ആധ്യാത്മികമായിട്ടുള്ള ടോപ്പിക്സ് തിരിച്ചറിയാനും ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും എല്ലാം ഇതിലൂടെ സാധിക്കും. വളരെ ലളിതമായിട്ടുള്ള സിസ്റ്റമാണ്. അപ്പോൾ ഇൻട്രൊഡക്ടറി സിറ്റിങ്സ് എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചൊന്ന് പരാമർശിച്ചു കഴിഞ്ഞ ചില സെഷനുകളിൽ. എന്താണ് പ്രാർത്ഥന? നമ്മൾ സാധാരണ പ്രാർത്ഥന എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് സമർപ്പിക്കുക, ഒരു ഹയർ അതോറിറ്റിക്ക് ഒരു റിക്വസ്റ്റ് സമർപ്പിക്കുക. ശിക്ഷയുടെ ഇളവ് കിട്ടാനായിട്ട് പ്രസിഡൻറ്റിന് പ്രാർത്ഥന, ലീവ് കിട്ടാനായിട്ട് ബോസിനൊരു പ്രാർത്ഥന. ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ തന്നെ നമ്മുടെ ഹൈറാർക്കിയിൽ മുതിർന്നവർക്ക് ഒരു പ്രാർത്ഥന സമർപ്പിക്കുക. പക്ഷെ അവിടെയൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, പ്രതീക്ഷ ഉണ്ട്. നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടും എന്നുള്ള ഒരു ചെറിയൊരു എക്സ്പെക്റ്റേഷൻ അവിടെ ഉണ്ട്. ചാരുജി മഹാരാജ് പറഞ്ഞു, എക്സ്പെക്ട് നോട്ട്, ദൗ ഷാൽ നോട്ട് ബി ഡിസപ്പോയിൻറ്റഡ്. ശരിയായിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയും ഈ തരത്തിൽ ചോദിക്കൽ അല്ല എന്നാണ് ബാബുജി മഹാരാജ് പറഞ്ഞത്. നമ്മൾ സാധാരണ പ്രാർത്ഥനയെ ബെഗ്ഗിങ് എന്നുള്ള രൂപത്തിലാണ് ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ
ചോദിക്കുക, ബെഗ് ചെയ്യുക. നമ്മൾ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലോ പ്രാർത്ഥന ചെയ്യാറുണ്ട്, എന്തെങ്കിലും രോഗം മാറാൻ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ആവശ്യം നിറവേറ്റാനായിട്ട്. ഇതൊക്കെ ബെഗ്ഗിങ് ആണ്. നമ്മൾ ഇതുവരെ അനുഭവിച്ചതെന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. ചിലത് നല്ലതാണെന്ന് ഞാൻ ചിന്തിക്കുന്നു, ചിലത് മോശമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്താണ് നല്ലത് എന്താണ് മോശമെന്ന് നമുക്ക് അറിയില്ല. ഇപ്പോൾ ഒരു പേരൻ്റ് കുട്ടിയെ ശിക്ഷിക്കുമ്പോൾ കുട്ടിക്കത് മോശമാണെന്ന് തോന്നും, പക്ഷേ ശരിക്കും നല്ലതാണ്. ഇപ്പോൾ ക്ലാസ്സിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ കുട്ടിയെ ശാസിക്കുമ്പോൾ കുട്ടിക്കത് നല്ലതാണ്. പക്ഷേ ഈ കാലത്ത് ടീച്ചേഴ്സ് ശാസിക്കുമ്പോൾ പേരൻസിൻ്റെ കംപ്ലയിൻറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കുട്ടികളുടെ കംപ്ലയിൻസിന് പ്രാധാന്യം കൂടുതൽ വരുന്നു. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ ഈ തരത്തിലുള്ള എക്സ്പെക്റ്റേഷനോട് കൂടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ മുൻവിധികൾ കടന്നു വരുന്നു. അപ്പോൾ നമ്മൾ ആ കംഫോർട്ട് സോണിൽ തന്നെ നിൽക്കുകയാണ്. ശരിക്കും പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു ഉയർന്ന കോൺഷ്യസ്നസ് തലത്തിലേക്ക് ഉയർത്താൻ ഉള്ള ഒരു മാർഗ്ഗമാണ്. വേറൊരു മാർഗ്ഗവുമില്ല. നമുക്ക് സ്പിരിച്വലി ഒരു സോണിൽ നിന്ന് ഒരു ലെവൽ ഓഫ് കോൺഷ്യസ്നസ് അടുത്ത ലെവലിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥന ഇല്ലാതെ വേറെ വഴിയില്ല. ഉയർന്ന തലത്തിൽ നിന്നും ഒരു ഹെൽപ്പ് നമുക്ക് വരണം. നമ്മുടെ മനുഷ്യരാശിയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ അറിയാം, എല്ലാ ഡിസ്കവറീസും റെവലേഷൻസിലൂടെയാണ് വന്നത്. പക്ഷേ ഈ റെവലേഷൻസ് ലഭിച്ച സയൻറ്റിസ്റ്റൊക്കെ വളരെ ട്രൂത്ത്ഫുള്ളായിരുന്നു, സത്യസന്ധരായിരുന്നു, ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, നല്ല മനുഷ്യരായിരുന്നു, നിസ്വാർത്ഥരായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ തരത്തിലുള്ള റെവലേഷൻ വരുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. അപ്പോൾ നമ്മൾ ഈ സിറ്റുവേഷൻ ഒന്ന് റിവേഴ്സ് ചെയ്ത് നോക്കും. നമ്മൾ ബോസാണ്, ഒരാൾ വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, എന്തെങ്കിലും കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ മനോഭാവം? ഈ വരുന്ന ആൾ സമയത്തിന് ജോലിക്ക് വരുന്നു, സത്യസന്ധമായിട്ട് ജോലി നിർവഹിക്കുന്നു, എല്ലാ ജോലികളും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു, കോമ്പറ്റീറ്റീവ് മനോഭാവമില്ല, ഷെയർ ചെയ്യുന്നു, എപ്പോഴും പ്ലസൻ്റാണ്, കമ്പനിയുടെ ആ വിഷൻ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത് വെച്ചാൽ നമുക്കത് തോന്നും, ഇയാൾക്ക് എന്തെങ്കിലും കൊടുക്കാം. ശരിക്കും അങ്ങനെ ആൾ പറയേണ്ട ആവശ്യം തന്നെ ഇല്ല, അങ്ങനെ ആൾ ചോദിക്കില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ രസം. എൻ്റെ അച്ഛൻ്റെ ഉദാഹരണം തന്നെ എടുക്കാം. അച്ഛൻ പ്രൈമറി ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒരിക്കൽ കേന്ദ്രീയ വിദ്യാലയം എറണാകുളത്തിൽ വർക്ക് ചെയ്യുമ്പോൾ പ്രിൻസിപ്പൽ ചെട്ടിയാർ സാർ അച്ഛനോട് പറഞ്ഞു, 9th-ലും 10th-ലും ഹിന്ദി പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, ഞാൻ TGT ആണ്, എനിക്ക് തന്നാൽ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, അപ്പോൾ സാർക്ക് ചെയ്യാൻ പറ്റും. അച്ഛൻ എന്നിട്ട് ഇരുന്ന് പഠിച്ചു. 9th-ലും 10th-ലും അച്ഛൻ ഹിന്ദി പഠിപ്പിച്ചു. ഒരുപക്ഷേ എൻ്റെ ഏറ്റവും നല്ല ഹിന്ദി ടീച്ചർ അച്ഛൻ തന്നെയായിരുന്നു. അപ്പോൾ അച്ഛൻ ചോദിച്ചിട്ടല്ല ആ ഒരു പ്രൊമോഷൻ കിട്ടിയത്. അപ്പോൾ വർക്ക് കിട്ടും. റിവാർഡ് എന്ന് പറയുന്നത് വർക്കാണ്. നമ്മൾ റെഡി ആകുമ്പോൾ നമുക്ക് വർക്ക് ലഭിക്കുന്നു. കാരണം നമ്മൾ പ്രിപ്പയർഡ് അല്ലാതെ നമ്മൾ സത്യസന്ധമായി ജോലി ചെയ്യുന്നില്ല, എപ്പോഴും ഗ്രംബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, എപ്പോഴും കംപ്ലൈൻറ്റ്, സൗകര്യങ്ങൾ പോരാ, എപ്പോഴും ഗോസിപ്പ് ചെയ്യുന്നു, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു, ഹെയ്റ്റ്രഡ്, കമ്പനിയുടെ വിഷൻ അനുസരിച്ചല്ല സ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു. ഇങ്ങനെ ഒരാളൊരു റിക്വസ്റ്റായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ സമയത്തിന് ജോലിക്ക് വരുന്നില്ല, പിന്നെ അയാൾ റിക്വസ്റ്റായിട്ട് വരുമ്പോൾ ബോസിൻ്റെ സമീപനം എന്തായിരിക്കും? ആലോചിക്കാം എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഒരാൾ റിക്വസ്റ്റ് സമർപ്പിക്കും. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ റിക്വസ്റ്റ് സമർപ്പിക്കുന്ന ആൾക്കാരിൽ മിക്കവരും ഇങ്ങനെയുള്ള ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. ജോലിയിൽ വ്യാപൃതരായിട്ടുള്ള ആൾക്കാർ, ട്രൂത്ത്ഫുള്ളായിട്ട് ജോലിയിൽ അതിൽ തന്നെ ആനന്ദം കാണുന്നവർ, എനിക്ക് വരേണ്ടതൊക്കെ വരും എന്നുള്ള വിശ്വാസമുള്ളവർ. ഈ വിശ്വാസം എങ്ങനെ ഡെവലപ്പ് ചെയ്യുക? സത്യസന്ധമായിട്ട് ജോലി ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആനന്ദം വർദ്ധിച്ച് വരുന്നു എന്ന് തിരിച്ചറിയണം. അപ്പോൾ മാത്രമേ അതിന് വിശ്വാസം എന്ന് പറയാൻ സാധിക്കൂ. എൻ്റെ ഉള്ളിൽ വരുന്ന ഈ അനുഭവങ്ങളെ ഞാൻ തിരിച്ചറിയണം. അപ്പോൾ അവരെ പ്രചോദനം കൊടുക്കാൻ വേറൊന്നും വേണ്ട, ഉള്ളിൽ അത് തിരിച്ചറിയണം. ഇപ്പോൾ മഹാത്മാഗാന്ധിജിയുടെ ജീവിതം എടുത്തു നോക്കിയാൽ അറിയാം. അദ്ദേഹം വളരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലോയറായിരുന്നു. അദ്ദേഹം അത് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു സാധാരണ മനുഷ്യനായിട്ട് ഇവിടെ സത്യാഗ്രഹം അനുഷ്ഠിച്ചു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്. അദ്ദേഹത്തിൻ്റെ ചരിത്രം എല്ലാവരും വായിക്കേണ്ട ഒരു കാര്യമാണ്. എന്തിനാ ഇത് ചെയ്തു, എന്താണ് അദ്ദേഹത്തിന് അതിലൂടെ ഉണ്ടായുള്ള അനുഭവം? അദ്ദേഹം പറയുന്നത്, ഞാൻ ഈശ്വരനോട് കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുന്നു,
സത്യത്തോട് കൂടുതൽ കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് എനിക്കത് കിട്ടുന്ന പാരിതോഷികം. വേറൊന്നും എനിക്കൊരു ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ട് കാര്യമില്ല. പുറമേ എന്ത് കിട്ടിയാലും എന്നെ മഹാത്മാവ് വിളിച്ചിട്ടും കാര്യമില്ല എന്നാണ് പറഞ്ഞത്. ഇതാണ് ശരിക്കുള്ള ഒരു പ്രാർത്ഥനാഭാവത്തിലേക്ക് ഉയരുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവം. ലെറ്റ് ദൈ വിൽ ബി ഡൺ എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അങ്ങയുടെ ഇച്ഛ പോലെ നടക്കട്ടെ. അങ്ങയുടെ ഇച്ഛ തന്നെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹയർ ലെവലിൽ നിന്നുള്ള ആ ഒരു ഫ്ലോ ട്രൂത്ത്ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് വരും. തീർച്ചയായിട്ടും അവരെ കൂടുതൽ കൂടുതൽ ഉപയോഗിക്കും. മദർ തെരേസ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ കൂടുതൽ കൂടുതൽ വർക്ക് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ നല്ലൊരു ഇൻസ്ട്രുമെൻ്റാണ്. കാരണം ഗോഡ് വാൾസ് ഓൺലി ഗുഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ നമ്മൾക്ക് ഉള്ളിൽ അനുഭവിക്കുന്ന ഈ ആനന്ദം ലഭിക്കുമ്പോൾ നമുക്ക് സംശയമില്ല റിവാർഡ് ലഭിക്കുന്നുണ്ട് എന്നുള്ളതിന് സംശയമില്ലാതെ മാറും. പുറമേക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ പ്രാർത്ഥനയ്ക്ക് യോഗ്യനാവുന്നു. ഇതുവരെ കിട്ടിയതിലെല്ലാം സംതൃപ്തനാണ്, ഗ്രാറ്റിറ്റ്യൂഡുണ്ട്. ബാബുജി മഹാരാജ് ആയാസ് എന്നുള്ള അക്ബറിൻ്റെ ഒരു ജോലിക്കാരൻ സ്ലേവിനെ കുറിച്ച് പറയാറുണ്ട്. ആയാസിന് അക്ബറിന് വളരെ ഇഷ്ടമായിരുന്നു അത്രേ. അപ്പോൾ എല്ലാവർക്കും അസൂയ ആയാസിനത്. അപ്പോൾ ഒരു ദിവസം ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് അക്ബർ എല്ലാവർക്കും ഓരോരോ ആപ്പിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഏതോ റെയറായിട്ടൊരു ആപ്പിളാണ്. അപ്പോൾ മിക്കവരും അത് കഴിച്ചിട്ട് പകുതി ചെയ്തു, കാരണം ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആയാസ് സുഖമായിട്ട് അത് കഴിച്ചു. അപ്പോൾ അക്ബർ ചോദിച്ചു, നീ എന്താ ആയാസ് അത് കഴിച്ചത്? ആപ്പിൾ നല്ലതല്ല എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അപ്പോൾ ആയാസ് പറഞ്ഞു, അങ്ങ് എനിക്ക് എപ്പോഴും നല്ലതാണ് തന്നിട്ടുള്ളത്, അപ്പോൾ ഇതും നല്ലത് തന്നെയായിരിക്കും, ഞാൻ ജഡ്ജ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. ഇതാണ് പ്രാർത്ഥനാഭാവത്തിൻ്റെ ക്വാളിറ്റി. എനിക്ക് വരുന്നതെല്ലാം നല്ലതാണ് എന്ന് മനസ്സിലാക്കിയുള്ള ഗ്രാറ്റിറ്റ്യൂഡുള്ള ഒരാൾ, നിരന്തരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ, പിന്നെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ. നമ്മൾ ചോദിക്കുന്നില്ല, നമ്മൾ പ്രസൻറ്റ്. ഐ ആം പ്രസൻറ്റ്, ഞാൻ അവൈലബിളാണ്, പ്രസൻറ്റാണ്, എപ്പോഴും എന്ത് തന്നാലും ഞാൻ റെഡിയാണ്. ഐ ഗിവ് മൈ 100%. എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. അതുമാത്രമല്ല പൂർണ്ണമായിട്ടുള്ള കറേജും. നമുക്ക് പേടിയില്ല. നമുക്ക് നമ്മുടെ ബോസിൻ്റെ അടുത്ത് പോകാൻ പേടിയില്ല, കാരണം ഞാനൊരു മിസ്റ്റേക്കും ചെയ്തില്ല. അപ്പോൾ ഈശ്വരനെ സമീപിക്കുന്നത് പേടിച്ചുകൊണ്ടാണെന്ന് പറയുന്നത് എന്തൊരു വിഡ്ഢിതരമാണ്. ഭയത്തോടു കൂടി ഈശ്വരനെ സമീപിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ എനിക്ക് അർഹതയുണ്ടോ, ചോദിക്കാൻ എനിക്ക് അർഹതയുണ്ടോ എന്നൊരു ചോദ്യം. ചോദിക്കേണ്ട ആവശ്യമില്ല, അതാണ് ചോദിക്കില്ല. യഥാർത്ഥ ഭക്തൻ കുചേലൻ്റെ മാതിരിയാണ്. കുചേലൻ ഒന്നും ചോദിച്ചിട്ടില്ല. കുചേലൻ കൃഷ്ണൻ അവിൽ കൊടുക്കാതിരിക്കാൻ കാരണം എന്താണെന്ന് ഞാൻ ഒരു സ്ഥലത്ത് വായിക്കണ്ടേ. കാരണം അവിൽ കൊടുത്താൽ കൃഷ്ണൻ തിരിച്ചെന്നീ തരും. എനിക്ക് തിരിച്ചൊന്നും വേണ്ട, എനിക്ക് അങ്ങേ മാത്രം മതി, ഞാൻ അങ്ങേ കാണാൻ വന്നു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ശ്രീകൃഷ്ണൻ കുചേലൻ്റെ അടുത്ത് അവിൽ തട്ടിപ്പറിച്ചിട്ട് കൊടുത്തു എന്നാണ് നമ്മുടെ മനോഭാവം. നമ്മൾ ചെല്ലുക, പ്രസൻറ്റ് ആവുക, ഓൾവേസ് പ്രസൻറ്റ്. ചെല്ലേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾവേസ് പ്രസൻറ്റ്. ഈശ്വരൻ്റെ മുമ്പിൽ നമ്മൾക്ക് പ്രസൻറ്റാണ്. നമ്മൾ ഒരിക്കലും ഈശ്വരൻ്റെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം അദ്ദേഹമാണ് എൻ്റെ എസെൻസ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക, സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുക, കറേജിയസ് ആയിട്ട് പ്രവർത്തിക്കുക, പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട്. കാരണം ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും താഴേക്ക് പോവില്ല. അത് ഭഗവാന്റെ വാഗ്ദാനമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ശരിക്കും പ്രാർത്ഥനയ്ക്ക് യോഗ്യനാവുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. പ്രാർത്ഥനയെക്കുറിച്ച് കുറച്ചും കൂടിയും നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.